സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയേ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി. രാമായണത്തിലെ ബാലീവധം കഴിഞ്ഞ് ശ്രീരാമചന്ദ്രസ്വാമി ചാതുർമാസ ദീക്ഷയെ വരിച്ചുകൊണ്ട് ദശമുഖാചലത്തിലൊരു ഗുഹയിൽ ഏകാന്തവാസം ആരംഭിച്ചു എന്നുള്ള ഭാഗത്താണ് നമ്മൾ നിർത്തിയത്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജാനകി ജീവനസ്മരണം. ജയ് ജയ് രാമ രാമ. നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. ആഞ്ജനേയ സ്വാമിക്ക് ജയ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത്ര നേരം പറഞ്ഞ കഥയുടെ ഒരു സ്വരൂപം തന്നെ. ഇനി അതിൻ്റെ താത്വിക സ്വരൂപത്തെ കൂടി നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ശബരീ ദർശനം കൊണ്ട് പ്രാകൃത ഭക്തിയെയും പമ്പാവർണ്ണനം കൊണ്ട് ചിത്തശുദ്ധിയെയുമാണ് ഉപന്യസിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മുമ്പ് മനസ്സിലാക്കി. അപ്പം ചിത്തശുദ്ധി വന്ന ഒരാൾക്ക് കാലം കൊണ്ട് വിവേകമുണ്ടാവും എന്നാണ്. അതാണ് സുഗ്രീവ സഖ്യം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വിവേകത്തെയും അവിവേകത്തെയുമാണ് ഇവിടെ സുഗ്രീവനായിട്ടും ബാലിയായിട്ടും അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. ഒരു അമ്മയിൽ രണ്ട് അച്ഛന്മാരുടെ മക്കളാണ് ബാലി സുഗ്രീവന്മാർ, ഇല്ലേ? അപ്പം മായയും അജ്ഞാനവും കൂടി ചേർന്നതാണ് അവിവേകമെങ്കിൽ മായയും ജ്ഞാനവും കൂടി ചേർന്നതാണ് വിവേകം എന്നുള്ളതാണ്. അപ്പം രണ്ടും കണ്ടാൽ ഒരേപോലെ ഇരിക്കും. അപ്പം വിവേകത്തെയും അവിവേകത്തെയും തിരിച്ചറിയാൻ വിഷമമാണ് എന്നാണ്. അപ്പം മിക്കപ്പോഴും തമ്മിൽ അത് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ജ്ഞാനസമ്പന്നനായ ഒരാൾക്ക് തന്നെ വിവേകത്തെയും അവിവേകത്തെയും തിരിച്ചറിയുന്ന വിഷയത്തിൽ മിക്കപ്പോഴും അബദ്ധം പറ്റാമെന്ന് വന്നാൽ മറ്റുള്ളവരുടെ കഥ പിന്നെ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ശ്രീരാമന് തന്നെ ബാലി സുഗ്രീവന്മാരെ തിരിച്ചറിയാൻ വിഷമമായെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യവും അതുതന്നെയാണ്. അപ്പോൾ അടയാളം കൊണ്ടാണ് ശ്രീരാമൻ പിന്നീട് അവരെ തിരിച്ചറിഞ്ഞു എന്ന് പറയണത്. അപ്പോൾ അടയാളം കൊണ്ട് വേണം വിവേകാവിവേകങ്ങളെ തിരിച്ചറിയാൻ എന്നുള്ളതാണ്. അപ്പോൾ വിഷയേച്ഛയുണ്ടാവും ഈ അവിവേകത്തിൽ, ഈശ്വരാർപ്പണ ബുദ്ധി വിവേകത്തിലും ഉണ്ടാവും. അപ്പോൾ ഈ അടയാളങ്ങളെ കൊണ്ട് വേണം അവയെ തിരിച്ചറിയാൻ എന്നുള്ളതാണ്. അപ്പോൾ വിവേകം അവിവേകത്തോട് പലപാട് സംഘടനം ചെയ്ത് ഒടുവിൽ ഈശ്വരാനുകൂല്യത്തിൽ കൂടെ അവിവേകത്തെ കേവലം നശിപ്പിച്ച് വിജയികളായി തീരും എന്നുള്ള തത്വത്തെയാണ് ബാലി സുഗ്രീവ യുദ്ധം, അതിൻ്റെ മധ്യത്തിൽ ശ്രീരാമൻ ബാലിയെ കൊല്ലുന്നതുമായ ചരിത്ര സ്വരൂപത്തിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ ചിത്തശുദ്ധി വന്നാലും സത്യാഹിംസ ബ്രഹ്മചര്യാദി സാത്വിക ധർമാനുഷ്ഠാനങ്ങളെ കൊണ്ടാണ് ഒരാൾക്ക് വിവേകമുണ്ടാവുന്നത് എന്ന് പറയുന്നു. അതാണ് ശ്രീരാമനെയും സുഗ്രീവനെയും കൂട്ടി യോജിപ്പിക്കാനായിട്ട് മധ്യത്തിൽ ഒരു ബ്രഹ്മചാരിയെ അവതരിപ്പിച്ചതിൻ്റെ താല്പര്യവും. അപ്പോൾ നൈഷ്ഠിക ബ്രഹ്മചര്യമുള്ള ഒരാൾക്ക് വളരെ വേഗത്തിൽ വിവേകത്തെ പ്രാപിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഹനുമാൻ രാമലക്ഷ്മണന്മാരെ ചുമലിൽ എടുത്താണ് അതിശീഘ്രം സുഗ്രീവ സന്നിധിയിൽ എത്തിയിരിക്കുന്നത്, ഇല്ലേ? അപ്പോൾ നൈഷ്ഠിക ബ്രഹ്മചര്യം സാധകനെ വിവേകത്തിനടുക്കിലേക്ക് എടുത്തുകൊണ്ടു പോകുമെന്ന് കാണിക്കുകയാണ് അതിലൂടെ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മചര്യം ഇല്ലെങ്കിൽ മറ്റെന്തെല്ലാം ധർമാനുഷ്ഠാനങ്ങൾ ഉണ്ടായാലും വിവേകപ്രാപ്തി വിഷമകരമാണ് എന്നാണ്. അപ്പോൾ ഹനുമാൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ മറ്റാരെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ കൂടി സുഗ്രീവ സഖ്യത്തിന് കാലതാമസം നേരിടുകയെങ്കിലും ചെയ്യുമായിരുന്നു എന്നാണ്. അപ്പോൾ പ്രണവമാണ് താര എന്ന് പറയുന്നത്. അപ്പോൾ പ്രണവോപാസനം വിവേകത്തോടു കൂടിയാൽ മുക്തിയും അവിവേകത്തോടു കൂടിയാൽ നാശവുമാണ് ഫലം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് വിവേകിക്ക് പ്രണവോപദേശം പാടുള്ളൂ എന്ന് പറയുന്നതിൻ്റെ താല്പര്യവും. അപ്പോൾ ബാലിയിലെ താര ശോഭിക്കില്ല. താരഹേതുവായിട്ട് ബാലിക്ക് നാശമാണ് വന്നു ചേർന്നത്. അതേ താര തന്നെ സുഗ്രീവനോട് ചേർന്നപ്പോൾ സുഗ്രീവൻ മുക്തനാവുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ പ്രണവോപാസനം വളരെ ശ്രേഷ്ഠമാണ് എന്നാണ്. പക്ഷേ വിവേകത്തോടു കൂടി ആവണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ശ്രേയസ്സില്ലെന്ന് മാത്രമല്ല
അധപ്പതനം സംഭവിക്കാൻ വിരോധവുമില്ല എന്നാണ്. അപ്പോൾ ശരീരാഭിമാനത്തെയും അഹങ്കാരത്തെയും നിരസിച്ചുകൊണ്ട് പ്രണവോപാസനം വളരെ വേഗത്തിൽ സാധകനെ മുക്തിയിലേക്ക് ഉയർത്തുന്നു എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശരീരാഭിമാനത്തോടും അഹങ്കാരത്തോടും കൂടിയുള്ള പ്രണവോപാസനമാകട്ടെ അധപ്പതനത്തിലും എത്തിക്കുന്നു എന്നും ധരിക്കണം. അപ്പോൾ വിവേകം കൊണ്ട് ശരീരാഭിമാനത്തെയും ശരീരധർമ്മങ്ങളിലുള്ള മമതയെയും അകറ്റി അവിവേകത്തെ നശിപ്പിച്ചാണ് പ്രണവോപാസനം ആരംഭിക്കേണ്ടത് എന്നാണ് ബാലീവധത്തിന് മുമ്പുള്ള അസ്ഥികൂടത്തിൻ്റെ എറിയലും സാലഭഞ്ജനമാകുന്ന 2 ആഖ്യാനങ്ങളെ കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പം കേവലം അസ്ഥികൂടം തന്നെ ഈ ശരീരം അല്ലേ, അപ്പം ഇതിലുള്ള അഹന്താമമതകൾ വിദൂരത്തകറ്റപ്പെടേണ്ടവയാണ്. രസ രക്ത മാംസ മേധാസ്ഥി മജ്ജാശുക്ലങ്ങളാകുന്ന സപ്തധാതുക്കളുടെ വികാരങ്ങളെയും വിഷയങ്ങളെയും ഭുജിക്കുന്നതിലുള്ള ആസക്തിയെയും നശിപ്പിക്കേണ്ടതാണ് എന്നാണ്. അപ്പോൾ രസാദി സപ്ത ധാതുക്കളെയാണ് 7 കരിമ്പനകളായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ്. അതാണ് ആ 7. ഇത് നേരത്തെ പറഞ്ഞ രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം. അതാണ് ആ 7 ധാതുക്കൾ. അപ്പോൾ ഒന്ന് വിട്ടാൽ മറ്റൊന്നാണെന്ന തോന്നൽ അവസാനമില്ലാത്തതാണ് അവയുടെ തൃഷ്ണ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൃത്താകൃതിത്വം അവിടെ അതിന് ഉന്യസിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ രചിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ദുന്ദുഭിയുടെ അസ്ഥികൂടത്തെ നിഷ്പ്രയാസം വലിച്ച് ദൂരത്തെറുകയും സപ്തസാലങ്ങളെ ഒരു ശരം കൊണ്ട് മുറിച്ചിടുകയും ചെയ്തപ്പോഴാണല്ലോ ശ്രീരാമൻ ബാലീവധത്തിന് പ്രാപ്തനാണെന്ന് സുഗ്രീവന് ബോധ്യം വന്നത്. അപ്പോൾ ശരീരാഭിമാനത്തെ ദൂരത്തെറിയുകയും ധാതുവികാരങ്ങളെ നിശേഷം അകറ്റുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ അവിവേകത്തെ ജയിക്കാൻ പ്രാപ്തനായിത്തീരുന്നത് എന്നാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അവിവേകത്തെ നിശേഷം ജയിച്ച് പൂർണ്ണ വിവേകിയായി തീരുമ്പോൾ സാധകൻ സ്വതന്ത്രനും നിർഭയനുമായി തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രണവോപാസനം അതിന് തികച്ചും ഫലപ്രദവും സുഖവും ആണ് എന്നുള്ളതാണ്. അപ്പോൾ ബാലിയെ കൊന്നപ്പോൾ സുഗ്രീവൻ സ്വതന്ത്രനും നിർഭയനുമായി എന്ന് പറയുന്നു. താര സുഗ്രീവനെ ആശ്രയിച്ച് ശുശ്രൂഷിക്കുകയും ചെയ്തുല്ലോ. അപ്പോൾ ഇങ്ങനെ വിലമതിക്കാൻ കഴിയാത്തതായിട്ടുള്ള അനേകം തത്വരത്നങ്ങളാണ് ഈ കിഷ്കിന്ധാകാണ്ഡത്തിലെ പൂർവാർത്ഥ കഥയിൽ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനർഘങ്ങളായിട്ടുള്ള ആ രത്നങ്ങളെ പെറുക്കിയെടുത്ത് കോർത്തിണക്കുന്നവർക്ക് വേദാന്തജ്ഞാനമാകുന്ന അമൃതസമുദ്രത്തിൻ്റെ അടിയിൽ മുങ്ങി ആറാടി രസിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ചാതുർമാസ്യ ദീക്ഷയും വരിച്ച് ഭഗവാൻ ഗുഹാന്തർഭാഗത്ത് ഏകാന്തമായിട്ടുള്ള ബ്രഹ്മനിഷ്ഠയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ലക്ഷ്മണൻ ക്രിയാമാർഗത്തെക്കുറിച്ച് ചോദിക്കാനും ഭഗവാൻ പറയാനും ഇടയായത് എന്നാണ്. അപ്പോൾ ചിത്തശുദ്ധി വന്ന് ഭഗവാനിൽ ഭക്തിയും വിശ്വാസവും ഉണ്ടാവാനും ഭക്തന്മാർക്ക് ചിത്തത്തിൻ്റെ ഏകാഗ്രതയ്ക്കും പറ്റിയതാണ് ക്രിയായോഗം എന്നാണ്. അപ്പോൾ സർവഭൂതാന്തർഗതനും നാമരൂപാതീതനുമായ ഈശ്വരനെ കൽപ്പിത വിഗ്രഹത്തിലേക്ക് തന്നിൽ നിന്ന് തന്നെ ഇഷ്ടദേവതാസ്വരൂപേണ ആവാഹിച്ച് ഉപചരിച്ച് സേവിക്കലാണ് ക്രിയായോഗത്തിൻ്റെ സ്വരൂപമായിട്ട് ഇവിടെ പറയപ്പെടുന്നത്. അപ്പോൾ ജലഗന്ധ പുഷ്പദീപങ്ങളാകുന്ന പഞ്ചോപചാരങ്ങൾ വഴിക്ക് തൻ്റെ അജ്ഞാനത്തെയും നിവേദ്യത്തിൻ്റെ രൂപത്തിൽ തന്നെയും ഈശ്വരൻ അർപ്പിച്ച് സ്വയം ഈശ്വരമയനായി തീരുക എന്നതാണ് പൂജയുടെ തന്നെ അടിസ്ഥാനമായിട്ടുള്ള തത്വം. അപ്പോൾ സങ്കല്പങ്ങളും കർമ്മങ്ങളും അനുഭവങ്ങളുമാകുന്ന രൂപത്തിലാണ് ഒരാൾ തൻ്റെ അജ്ഞാനത്തെ അനുഭവിക്കുന്നത്. അപ്പോൾ അനുഭവങ്ങളാണ് സുഖ ദുഃഖാത്മങ്ങളായിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അനുഭവങ്ങൾ കർമ്മങ്ങളുടെ അനന്തരഫലങ്ങൾ ആണെന്നുള്ള കാരണത്താൽ അനുഭവങ്ങൾക്ക് ആസ്പദം കർമ്മങ്ങൾ തന്നെയാണ് എന്നാണ്. അപ്പോൾ കർമ്മങ്ങൾക്ക് ആസ്പദം സങ്കല്പങ്ങളുമാണ്. അപ്പോൾ സങ്കല്പങ്ങളാകട്ടെ നാമരൂപാത്മകങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നാമരൂപങ്ങളെല്ലാം പഞ്ചഭൂതമയങ്ങളുമാണ്. അപ്പോൾ ഈ സ്ഥിതിക്ക് ജീവന് ലോകത്തിലുള്ള എല്ലാ അനുഭവങ്ങളും
ഭൂതാത്മകങ്ങളാണെന്ന് വ്യക്തമാകുന്നു എന്നാണ്. അപ്പോൾ ജീവൻ തൻ്റെ അജ്ഞാനത്തെ പഞ്ചഭൂതങ്ങളും അവയുടെ വികാരങ്ങളുമായിട്ടാണ് അനുഭവിക്കുന്നത് എന്നർത്ഥം. അല്ലെങ്കിൽ ജീവൻ്റെ അജ്ഞാനമാണ് പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ജഗത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഈശ്വര ചൈതന്യം കൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. അപ്പോൾ ഈശ്വരനിലേ അത് ലയിക്കുകയും ചെയ്യുള്ളൂ. അങ്ങനെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ജഗത്തായി നിലനിൽക്കുന്ന തൻ്റെ തന്നെ അജ്ഞാനത്തെ ഈശ്വരങ്ങൾ അർപ്പിച്ച് ലയിപ്പിക്കുക എന്നുള്ളതാണ് പൂജ കൊണ്ട് ഉപാസകൻ സാധിക്കുന്നത്. അപ്പോൾ താനടക്കം തൻ്റെ അജ്ഞാനത്തെ ഭവാങ്കൽ അർപ്പിക്കുന്നതിനാൽ ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജലഭൂതത്തിൻ്റെയും ഗന്ധം അല്ലെങ്കിൽ ചന്ദനം ഭൂമിയുടെയും പുഷ്പം ആകാശത്തിൻ്റെയും ധൂപം വായുവിൻ്റെയും ദീപം അഗ്നിയുടെയും പ്രതീകങ്ങളാണ്. അവ ഈശ്വരങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ അജ്ഞാനം നീങ്ങിയ ജീവത്വം മാത്രം ശേഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നിവേദ്യസ്വരൂപേണയും അർപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ താനടക്കം തൻ്റെ അജ്ഞാനം മുഴുവൻ ഈശ്വരങ്ങൾ അർപ്പിക്കപ്പെടുന്നതിനാൽ എല്ലാ തടസ്സങ്ങളും നീങ്ങി നിർവികൽപഭാവത്തിൽ കൂടി ഈശ്വരതത്വം പ്രകാശിപ്പിക്കാനായിട്ട് ഇടവരുന്നു. ഈ തത്വമാണ് പൂജയിൽ കൂടി ഉന്യസിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും പറയണു. അപ്പോൾ പൂജ കൊണ്ട് ചിത്തശുദ്ധിയും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളും ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ തത്വം ഗ്രഹിക്കാനും അനുഭവിക്കാനും ഇടയായി തീരുമെന്നുള്ള തത്വത്തെ ഉള്ളിലിരുത്തിക്കൊണ്ട് തന്നെ വിസ്തരിച്ച തോതിൽ താന്ത്രികമായ ക്രിയായോഗത്തെ ഭഗവാൻ ലക്ഷ്മണന് ഉപദേശിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ തത്വവിചാരത്തോടും സൽകഥാലാപത്തോടും കൂടി അവർ ചാതുർമാസത്തെ ഒഴിവു സമയങ്ങളെ കഴിച്ചുകൂട്ടി എന്ന് പറയണു. അപ്പോൾ ചാതുർമാസ ദീക്ഷാകാലം കഴിയുമ്പോഴേക്കും സീതാന്വേഷണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളോടെ വരാമെന്നായിരുന്നു സുഗ്രീവൻ്റെ പ്രതിജ്ഞ. എങ്കിലും ചാതുർമാസ ദീക്ഷാകാലം കഴിഞ്ഞിട്ടും സുഗ്രീവനെയോ മന്ത്രിമാരെയോ കാണുന്നില്ലെന്ന് കണ്ടപ്പോൾ ഭഗവാൻ ഒരു ദിവസം ക്രുദ്ധനായിട്ട് ലക്ഷ്മണനോട് ഉടനെ തന്നെ കിഷ്കിന്ധയിൽ പോയി സുഗ്രീവനോട് വിവരം പറയാനായിട്ട് കൽപ്പിച്ചു എന്നാണ്. അപ്പോൾ അത് കേട്ടതോടെ ലക്ഷ്മണൻ ഭഗവാനേക്കാൾ ക്രോധഭാവത്തിൽ കിഷ്കിന്ധ രാജധാനിയിലേക്ക് പുറപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ വില്ലിൻ്റെ ചെറുനാണലി ശബ്ദത്തോടും സുഗ്രീവനെയും വാനരന്മാരെയും ആക്ഷേപിച്ചുകൊണ്ടുള്ള ലക്ഷ്മണൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ വാനരന്മാരൊക്കെ ഭയപ്പെട്ട് രാജധാനിയുടെ അകത്ത് നിന്ന് സുഗ്രീവനെ വിവരം ധരിപ്പിച്ചു എന്ന് പറയണു. അപ്പോൾ സുഗ്രീവനും തൻ്റെ അവിവേകത്തിൽ അകപ്പാടെ പരിഭ്രമിച്ചു വേഗത്തിൽ ലക്ഷ്മണനെ സമാധാനിപ്പിക്കാനായിട്ട് ഹനുമാനെ വിളിച്ച് പറഞ്ഞയച്ചു എന്നാണ്. അപ്പോൾ ഹനുമാൻ വഴിയിൽ വെച്ച് ലക്ഷ്മണനെ സ്വീകരിച്ച് സാന്ത്വന വാക്കുകളെ കൊണ്ട് സമാധാനിപ്പിച്ച് രാജധാനിയുടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ്. അപ്പം അന്തഃപുരത്തിൻ്റെ പുരോഭാഗത്ത് വെച്ച് താരയും ലക്ഷ്മണനെ സ്വീകരിച്ച് സമാധാന വാക്കുകളെ പറഞ്ഞ് ശാന്തനാക്കി സുഗ്രീവ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയണു. അപ്പോൾ സുഗ്രീവൻ ലക്ഷ്മണനോട് വന്നുപോയ കാലതാമസമാകുന്ന പ്രമാദത്തിന് വാപ്പ് ചോദിച്ചു സമാധാനിപ്പിച്ച് അപ്പം തന്നെ തൻ്റെ പരിവാരങ്ങളോടും ലക്ഷ്മണനോടും കൂടി ഋഷ്യമുഖാചലത്തിലേക്ക് യാത്ര പുറപ്പെട്ടു എന്നും കഥയിൽ പറയുന്നു. അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമഃ പാർവതീപദേ. ഹര ഹര മഹാദേവ.